തരൂർ ഒരു ക്രിക്കറ്റ് ആരാധകനാണ്. അദ്ദേഹം ഒരു നയതന്ത്ര വിദഗ്ധനാണ്. ഒപ്പം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ തരൂരിൻ്റെ പ്രതികരണം വളരെ വളരെ സുപ്രധാനമായി തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കോണുകളും നോക്കിക്കാണുന്നത്. ഇന്ത്യൻ നയതന്ത്ര സംഘത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു തരൂർ. പക്ഷേ തരൂർ ഇവിടെ ക്രിക്കറ്റ് ടീമിനെ വിമർശിക്കുന്നത് ഒന്നുകിൽ ഇത് കളിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ കളിക്കാൻ തയ്യാറായി ഗ്രൗണ്ടിലെത്തിയാൽ പിന്നീട് ആ ഒരു കായിക താരത്തിൻ്റെ സ്പിരിറ്റ്, അവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് പിന്നെ പ്രകടമാക്കേണ്ടത് എന്ന് തരൂർ വാദിക്കുന്നു. പക്ഷേ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. രാജ്യം വളരെ വൈകാരികമായാണ് ഇപ്പോൾ അവിടെ നിന്ന് ഈ ക്രിക്കറ്റ് മത്സരത്തെ നോക്കിക്കാണുന്നത്. നേരത്തെ ഈ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ ആക്രമണം പെഹൽഗാമിൽ ഉണ്ടായപ്പോഴും അത് രാജ്യത്തെ വലിയ തോതിൽ വേദനപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ടായി. പിന്നീട് അതിൻ്റെ തുടർച്ചയാണല്ലോ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ. അപ്പോൾ ഈ സാഹചര്യം അവിടെ ക്രിക്കറ്റ് മൈതാനിയിലും അതിൻ്റെ ചില അലയൊലികൾ വരുന്നു. ചില പാകിസ്ഥാൻ താരങ്ങൾ ബാറ്റ് തോക്കായൊക്കെ ഉപയോഗിച്ചൊക്കെയുള്ള ചില ദൃശ്യങ്ങൾ വരുന്നു. ഏതായാലും അതൊക്കെ ബന്ധപ്പെട്ട് ഫർഹാനും റൌഫിനുമൊക്കെ എതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് സംഘം BCCI ഇതിനെതിരെയൊക്കെ പരാതി നൽകുന്നു. അവർ തിരിച്ച് സൂര്യകാന്ത് യാദവിനെതിരെയൊക്കെ പരാതി നൽകുന്നുണ്ട്. അപ്പോൾ ഈ സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഘർഷം, ഈ അതിർത്തിയിലുണ്ടായ സംഘർഷം ഇപ്പോൾ അത് ക്രിക്കറ്റ് മൈതാനത്തിലേക്കും വ്യാപിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു വലിയ തലത്തിൽ ഈ ഇന്ത്യൻ വികാരത്തോടൊപ്പം നിൽക്കാനേ കഴിയൂ. പക്ഷേ തരൂർ ഇവിടെ പറയുന്നത് തികച്ച സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഇത് നോക്കിക്കാണണം. ഇത് ഇങ്ങനെ കളിക്കാൻ പോകേണ്ടിയിരുന്നില്ല. 1999 കാർഗിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ അന്ന് ലോക കപ്പ് കളിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായി. അത് ഇംഗ്ലണ്ടിൽ വെച്ച് ആ മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാണുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് രണ്ട് രാജ്യങ്ങളുടെ സൈന്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു എന്ന കാര്യം തരൂർ എന്തുകൊണ്ടോ വിസ്മരിക്കുന്നു. ഇത് സാധാരണക്കാരായ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ അവർക്ക് നേരെയുള്ളൊരു ആക്രമണവുമാണ്. അപ്പോൾ ടെററിസ്റ്റുകൾ ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്നതും ഒരു സൈനിക അറ്റാക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതിൽ ഉണ്ട്. സാധാരണക്കാരും നിരപരാധികളായ മനുഷ്യർക്ക് നേരെ ഒരു നിയന്ത്രണവുമില്ലാതെ വെടിയുതിർക്കുക, അവരുടെ മതം ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം രാജ്യത്തെ ആകെ വല്ലാത്ത ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ കൊണ്ടെത്തിച്ചൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനെ തരൂർ പക്ഷേ പിന്താങ്ങുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്.